നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി നേടാൻ ഇന്നിപ്പം നമുക്ക് വരുന്ന കൺസൾട്ടിങ് ആയാലും അല്ലെങ്കിൽ ഫോൺ കോളുകളായാലും ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സാമ്പത്തികമാണ്. സാമ്പത്തികം ചിലർക്ക് ഭയങ്കര കടബാധ്യതയാണ്, മറ്റു ചിലർക്ക് പൈസ വരുന്നുണ്ട്, ആ പൈസ നിൽക്കുന്നില്ല, ചിലർക്ക് പൈസ വരുന്നതേയില്ല. ഫുങ്ഷുയിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കുകളും നിങ്ങളുടെ വീടിന്റെ ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് ഫുങ്ഷുയിൽ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ പറയുമ്പോൾ ഏതൊരു വീടിന്റെയും അഗ്നിക്കോൺ എന്ന് പറയുന്നത്, അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ സമ്പത്തിന്റെ ഡയറക്ഷനാണ്. ആ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ നിങ്ങൾ വേണ്ട രീതിയിൽ നിങ്ങൾ നിർമ്മിതിയിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ, പല തെറ്റുകൾ നിങ്ങളവിടെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കടബാധ്യതകൾക്കും പൈസ നിൽക്കാതിരിക്കാനും ഉള്ള കാരണമാവും. അത് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട് പണിയുമ്പോൾ തെക്ക് കിഴക്ക് ഭാഗം, അതായത് സൗത്ത് ഈസ്റ്റ് കോർണർ ഫ്രീ ആക്കിക്കൊണ്ട് ചെയ്യുക. അതായത് വീടിന്റെ സ്ക്വയറോ റെക്ടാങ്കിൾ ഷേപ്പിലോ എടുക്കുമ്പോൾ ഈ ഒരു മൂലയിൽ നമ്മൾ പണി കഴിച്ചിട്ടില്ല, അവിടെ ഫ്രീ ആക്കിയിട്ടിരിക്കുകയാണ്. അത് ഒരു മിസ്സിംഗ് ആണ്, അതായത് ആ ഭാഗം നഷ്ടപ്പെട്ടു. ആ ഭാഗം നഷ്ടപ്പെടുമ്പോൾ അത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇനി ആ ദിക്ക് നിങ്ങളുടെ വീട്ടിലെ ഒരു വ്യക്തിയെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അത് വീട്ടിലെ മൂത്ത പെൺകുട്ടിയാണ്. അപ്പോൾ ആ തെക്ക് കിഴക്ക് നിങ്ങളുടെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇത് ആ പെൺകുട്ടിയെയും ബാധിക്കും, സമ്പത്തിനെയും ബാധിക്കും. ഇനി അത് ഒരു പ്രോബ്ലം. ഇനി അവിടെ ആ ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടില്ല, പക്ഷേ തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു ബെഡ്റൂം ഉണ്ട്, അതിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ നമുക്കൊരു ടോയ്ലറ്റുമുണ്ട്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം എന്തു പറ്റി? മലിനപ്പെട്ടുപോയി, അത് സമ്പത്തിനെ ബാധിക്കും. ഇനി ചിലർ പറയും, സാറേ തെക്ക് കിഴക്ക് എന്ന് പറയുന്ന കറക്റ്റ് മൂല നമുക്ക് ഡ്രസ്സിങ് ആണ്, അവിടെ നിന്നൊരു 5 അടി വിട്ടിട്ടാണ് നമ്മളുടെ ടോയ്ലറ്റ് നിൽക്കുന്നത്. അപ്പോൾ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എന്തുകൊണ്ട് കുഴപ്പമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീടിനെ കറക്റ്റ് 9 തിരിക്കുമ്പോൾ ആ 9 ഭാഗത്തിൽ ഈ പറയപ്പെടുന്ന ടോയ്ലറ്റ് കയറിയിട്ടുണ്ടാവും. അങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ, അതായത് തെക്ക് കിഴക്കെന്ന് പറയുന്ന 45 ഡിഗ്രിക്കകത്ത് ആ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ടോയ്ലറ്റ് നിങ്ങളെ ബാധിച്ചിരിക്കും. ഇനി ഇപ്പൊ അകത്ത് വന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പുറത്ത് ഇനി വേറൊരു കാര്യം കൂടെ പറയാം. 2ാമത്തെ നിലയിലാണ് ആ ടോയ്ലറ്റ് വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ബാധിക്കുമോ? ബാധിക്കും. അത് 3ാമത്തെ നിലയിലാണെങ്കിലും തെക്ക് കിഴക്ക് ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബാധിക്കും. ഓക്കെ. ഇനി വീടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമുണ്ടോ? ഉണ്ട്. ആ തെക്ക് കിഴക്ക് ഭാഗം മലിനപ്പെട്ടിട്ടുണ്ട്, അതും സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കും. വീടിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട്, അത് കുഴപ്പമുണ്ടോ? ഉണ്ട്. അതും നിങ്ങളെ സാമ്പത്തികമായി ബാധിക്കും. അവിടെ കിണറാണെങ്കിലോ അതും സാമ്പത്തികമായി ബാധിക്കും. ബോർവെല്ലാണെങ്കിലോ അതും സാമ്പത്തികമായി ബാധിക്കും. അവിടെ ഒരു പട്ടിക്കൂടുണ്ടെങ്കിലോ അതും നിങ്ങളെ ബാധിക്കും. അപ്പൊ തെക്ക് കിഴക്ക് ഭാഗം മലിനപ്പെടാൻ പാടില്ല. മലിനപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളെ സാമ്പത്തികമായിട്ട് ബാധിക്കും. ഒരുപക്ഷെ നിങ്ങളത് വലിയ കടക്കണിയിലേക്ക് കൊണ്ടുപോകാനും ഇത് കാരണമാകും. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തെ സെപ്റ്റിക് ടാങ്കുകൾ വീട്ടിൽ സ്ത്രീകൾക്ക് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും മേജർ ഇഷ്യൂസും ഉണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പം ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗം മലിനപ്പെടുത്താൻ പാടില്ല. തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം? തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് അടുക്കള പണിയാം. തെക്ക് കിഴക്ക് ഭാഗം നിങ്ങൾക്ക് വീടിൻ്റെ പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് മാത്രം തീയിടുക. നിങ്ങളുടെ വീട്ടിൽ തെക്ക് കിഴക്ക് ഭാഗത്തല്ല നിങ്ങൾക്ക് കിച്ചൺ എന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ വസ്തുവിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് തീയിടുന്നത് നല്ല റിസൾട്ട് തരും. ഇനി നല്ല ഹെൽത്തി ആയിട്ടുള്ള ലക്കി ബാമ്പു പോലുള്ള അല്ലെങ്കിൽ മഞ്ഞ മുളച്ചെടികൾ പോലുള്ള പ്ലാന്റുകൾ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് വെക്കുന്നതും ഒരുപാട് നേട്ടങ്ങൾ തരും. അപ്പോൾ ഇത്തരം രീതിയിൽ നിങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്തെ സംരക്ഷിക്കാം. ഇനി ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റാണ്, ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് നിൽക്കുന്നത്. ആ സൗത്ത് ഈസ്റ്റ് കോർണർ നിങ്ങൾക്ക് മിസ്സിംഗ് ആണ്. ഓക്കെ. ഇനി പോട്ടെ, സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ട്. ഈ സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ടോയ്ലറ്റിനകത്ത് ഒരു റെഡ് ലൈറ്റോ അല്ലെങ്കിൽ ഒരു റെഡ് ട്രയാങ്കിളോ ഒട്ടിച്ചുകൊണ്ട് അതിനൊരു പരിഹാരം ചെയ്യാം. ഇനി നിങ്ങളുടെ സ്വീകരണ മുറിയുടെ തെക്ക് കിഴക്ക്, അപ്പോൾ നമുക്ക് ഫംഗ്ഷയിൽ നമ്മുടെ വീടിന്റെ എല്ലാ എനർജി ഉൾക്കൊണ്ട ഏറ്റവും ചെറിയ പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വീകരണ മുറിയാണ്. അതിനെ സ്മാൾ തായ്ച്ചി എന്നാണ് പറയുന്നത്. ആ സ്വീകരണ മുറിക്ക് ഒരു തെക്ക് കിഴക്ക് ഭാഗം ഉണ്ടല്ലോ, അവിടെ ആക്ടിവേഷൻ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ സമ്പത്ത് വളരും.
അപ്പം നിങ്ങളുടെ സ്വീകരണമുറിയുടെ തെക്കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്കൊരു ലക്കി ബാമ്പ് വെക്കാം, അവിടെ ഒരു മണി ഫ്രോഗ് വെക്കാം, അവിടെ നിങ്ങൾക്കൊരു വെൽത്ത് ഷിപ്പ് വെക്കാം, അവിടെ ഒരു വെൽത്ത് വേസ് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. ഫെങ്ഷുയുടെ ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടുത്താം. ഇത് തെക്ക് കിഴക്ക് ഭാഗത്ത് സൂക്ഷിക്കാവുന്ന ഒരു ടൂളാണ്. ഇതെന്ന് പറയുന്നത് ഒരു ലക്ഷ്മി കുബേരയാണ്. ഇത് നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി വെക്കാം. ഇനി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു മണി ഫ്രോഗ് ആണ്. ഇത് വെൽത്തിന്റെ ഡയറക്ഷനാണ്. അവിടെ നമുക്ക് മണി ഫ്രോഗ് വെക്കാം. ഇവിടെ വെക്കാവുന്ന മറ്റൊരു ടൂളാണ് ഈ ഡ്രാഗൺ ടോർട്ടോയ്സിന്റെ ബുദ്ധ. അതും നമുക്ക് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വെക്കാം. ഇവിടെ വെക്കാവുന്ന മറ്റൊരു ടൂളാണ് ഇത്തരത്തിലുള്ള ഒരു അരോന മത്സ്യത്തിന്റെ സ്റ്റാച്യു. ഇനി അവിടെ വെക്കാവുന്ന മറ്റു ടൂളുകളാണ് ഇൻഗോട്ട്, ചൈനീസ് കോയിൻ കോപ്പർ, ചൈനീസ് കോയിൻ ഗോൾഡ്, അതുപോലെ തന്നെ സിട്ടിന്റെ സ്റ്റോൺ. ഇതെല്ലാം കൂടെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഒരു ബൗളിനകത്താക്കി സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് വെക്കുന്നത് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് നല്ലതായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.